സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഖത്തറിൽ സൈനിക ഹെലികോപ്റ്റർ കടലിൽ തകർന്നു വീണു. സാധാരണ ഡ്യൂട്ടിക്കിടെ ഉണ്ടായ സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. അപകടം ഉടൻ തന്നെ പ്രതിരോധ കേന്ദ്രവും ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായി സ്ഥിരീകരണം നൽകുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അപകടത്തിൽപ്പെട്ടവർക്കായി കടലിൽ വിവിധ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വിപുലമായ തിരച്ചിൽ തുടരുകയാണ്. സാങ്കേതികമായ കാരണങ്ങളാലാണ് തകരാർ സംഭവിച്ചതെന്ന് പ്രാഥമിക അന്വേഷണത്തിലും വ്യക്തമാക്കിയിട്ടുണ്ട്. സമുദ്ര അടിയന്തര സാഹചര്യങ്ങൾ വൈദഗ്ധ്യമുള്ള ഒന്നിലധികം യൂണിറ്റുകളെയും വിന്യസിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു ഹെലികോപ്റ്റർ അപകടത്തെ തുടർന്ന് രാജ്യത്തിന്റെ സമുദ്രാതിർത്തിയിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രത്യേക സംഘങ്ങളുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. നിരവധി പ്രധാന ഏജൻസികൾ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ അടിയന്തരതയും വ്യാപ്തിയും ഈ പ്രസ്താവന അടിവരയിടുന്നു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് ബോർഡർ സെക്യൂരിറ്റിയിലെ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമാണ് തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സമുദ്ര സംഭവങ്ങളിൽ ദ്രുത പ്രതികരണ ശേഷിക്ക് പേരുകേട്ട ഈ യൂണിറ്റ് ഖത്തർ ഇന്റർനാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഗ്രൂപ്പിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി ഫോഴ്സിനൊപ്പം അണിനിരന്നിട്ടുണ്ട്. വെല്ലുവിളി നിറഞ്ഞ കടൽ സാഹചര്യങ്ങളിൽ സങ്കീർണമായ രക്ഷാപ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇരു ടീമുകളും വിപുലമായ പരിചയമുണ്ട്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കോസ്റ്റ് ആൻഡ് ബോർഡർ സെക്യൂരിറ്റിയുടെ മാരിടൈം സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമും ഇന്റേണൽ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഖത്തർ ഇന്റർനാഷണൽ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഗ്രൂപ്പും ചേർന്ന് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വ്യോമയാന സമുദ്ര മേഖലകൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് വേഗത്തിൽ പ്രതികരിക്കാനുള്ള സർക്കാരിന്റെ സന്നദ്ധതയാണ് ഈ സംയുക്ത ശ്രമം എടുത്തു കാണിക്കുന്നത്. ഹെലികോപ്റ്ററിൽ എത്ര പേരുണ്ടായിരുന്നു എന്നോ അപകട കാരണം എന്തായിരുന്നു എന്നോ ഉള്ള വിശദാംശങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് അധികൃതർ മുൻഗണന നൽകുന്നത്. രക്ഷപ്പെട്ടവരെ കണ്ടെത്താനുള്ള സാധ്യത പരമാവധിയാക്കുന്നതിനായി നിയുക്ത തിരച്ചിൽ മേഖലയിൽ നിരീക്ഷണ ഉപകരണങ്ങൾ, രക്ഷാകപ്പലുകൾ, പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ എന്നിവരെ വിന്യസിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടർച്ചയായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നു. ദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രക്ഷാപ്രവർത്തകരുടെ പുരോഗതിയെയും സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്ന നിലയിൽ കാലാവസ്ഥയും കടലിന്റെ അവസ്ഥയും സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണ്. ഫലപ്രദമായ പ്രതികരണം ഉറപ്പാക്കുന്നതിൽ പ്രതിരോധ ആഭ്യന്തര ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ ഈ സംഭവം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ വർദ്ധിപ്പിച്ചു. അപകടത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളും ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പങ്കുവയ്ക്കാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിലും തിരച്ചിൽ രക്ഷാദൗത്യം കാര്യക്ഷമമായും സുരക്ഷിതമായും നടത്തുന്നതിന് ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും അധികൃതർ ആവർത്തിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.